എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ ഇന്നത്തെ പ്രോബ്ലംസ് ചെയ്യുന്ന ഡിസ്ക് മെത്തേഡ് യൂസ് ആയിട്ടാണ്. സോ ഇതൊരു ഇതാണ് y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഒരു ഇൻക്രീസിങ് ഫംഗ്ഷനാണ്. അവിടെ നമ്മൾ y ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഒരു ലൈൻ വരച്ചിട്ട് അതിനെ ഈ ഒരു ലൈനിൽ കൂടെ കറക്കി. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇത് കിട്ടും. നമ്മൾ സീറോയ്ക്ക് കൂടെ കറക്കുക, ഇതാണ് സീറോ, y ഈക്വൽ ടു 0. അവിടെ കറക്കുന്ന സമയത്ത് നമുക്ക് ഒരു മാറ്റം വരുത്തണ്ട. പക്ഷേ y ഈക്വൽ ടു 1 എന്ന് പറയുന്ന സമയത്ത് ഒരു മാറ്റം വരുത്തണം. സോ ഇതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത്, അതിന് മുമ്പ് നമുക്ക് ഡിസ്ക് മെത്തേഡ് ഒന്ന് ജനറലൈസ് ചെയ്യാം. ഡിസ്ക്, ഇതാണ് ഡിസ്ക്. ഇത് ഡിസ്ക് നമുക്ക് കുറേ എണ്ണം ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഇൻറ്റിഗ്രേഷൻ യൂസ് ചെയ്തത്. ഈ ഡിസ്കിൻ്റെ ഏരിയ എന്ന് പറയുന്നത് പൈ ടൈംസ് പൈ ആർ സ്ക്വയർ ടൈംസ് ഹൈറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഹൈറ്റ് എന്ന് പറയുന്നത് സിമ്പിൾ ഡി എക്സ് ആണ്. സോ നമുക്ക് ഡി എക്സ് ഇടാം. ഈ സിമ്പിളായിട്ടുള്ള ഈ ഒരു ഇതില്ലേ, ഈ ഒരു വിത്ത്, അതാണ് ഡി എക്സ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പൈ ഇടാം. പൈ ലിറ്റിൽ ചേഞ്ച് ഇൻ എക്സ് ആണ്. ഓക്കെ, പൈ ടൈംസ് ഇറ്റ്സ് ദി ഏരിയ, ഇതിൻ്റെ ഏരിയ നമുക്കറിയാം. ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ഈക്വൽ ടു വൈ ആക്സിസ് ആണ്. പക്ഷേ ഈക്വൽ ടു വൈ ആക്സിസ് അല്ല, -1 ചെയ്യണം. കാരണം ഇവിടെ 1 എന്നുള്ള ലൈൻ ഉണ്ട്. ഇതിപ്പോൾ പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് -1 ചെയ്യണം. നെഗറ്റീവ് ആണെങ്കിൽ +1 ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടിയും സ്ക്വയർ റൂട്ട് ഓഫ് എക്സ്. കാരണം y ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് ആണ്. y എന്ന് പറയുന്നത് ഈ റേഡിയസിന് പാരലലാണ്. അപ്പോൾ നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് -1 ചെയ്യണം. -1 ഹോൾ സ്ക്വയർഡ്. അത് പൈ ആർ സ്ക്വയർ ആണല്ലോ, അത് സെയിം ആണ്, ഇതിൻ്റെ സെയിം ആണ്. പൈ ടൈംസ് ആർ സ്ക്വയർ. ആർ എന്ന് പറയുന്നത് പാരലൽ ടു വൈ, അങ്ങനെ സ്ക്വയർ ചെയ്തു. ടൈംസ് ആ ലിറ്റിൽ ഈ ഒരു വിത്ത് ഡി എക്സ്. ഓക്കെ, ഈ ഒരു ലിറ്റിൽ വിത്താണ്, ഈ ഒരു ചെറിയൊരു വിത്താണ് ഡി എക്സ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വോളിയം കിട്ടും. പക്ഷെ നമുക്ക് ഇതിൻ്റെ ഈ ഒരു ചെറിയൊരു ഇതിൻ്റെ മാത്രമേ വോളിയം കിട്ടുള്ളൂ. പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം, പക്ഷെ നമ്മൾ കുറേ എണ്ണം ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇൻറ്റിഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇൻറ്റഗ്രൽ ഓഫ് ഈ പൈ എടുത്ത് നമുക്ക് ഫ്രണ്ടിലിടാം. അപ്പോൾ പൈ ടൈംസ് ദ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് -1 ഹോൾ സ്ക്വയർ ടൈംസ് ഡി എക്സ്. നമുക്ക് ഇൻറ്റിഗ്രേറ്റ് ചെയ്യാം. ഇതിന് ഇൻറ്റിഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടും, നമുക്ക് ഫസ്റ്റ് ഇത് എന്ത് ചെയ്യണം, ഫോയിൽ ചെയ്യണം. ഇത് സെയിം ആണ്, x-1 ടൈംസ് എക്സ് സ്ക്വയർ റൂട്ട് ഓഫ് x -1. അത് എക്സ് ടൈംസ് എക്സ് എന്ന് പറയുന്നത് എക്സ് ആണ്. സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് ടൈംസ് എക്സ് എന്ന് പറയുന്നത് എക്സ് ആണ്. സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് ടൈംസ് 1 എന്ന് പറയുന്നത് മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ്. അതുപോലെ തന്നെ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് +1 ആണ്. നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ x-2 സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് +1 എന്ന് കിട്ടും. ഇനി നമുക്കിതിന് ഇൻറ്റിഗ്രേറ്റ് ചെയ്യാം. ഫ്രം വേർ ടു വേർ എന്ന് പറയുമ്പോൾ 1 to 4. ഓക്കെ, 1 to 4 ടൈംസ് ഡി എക്സ്. ഓക്കെ, 1 to 4 ടൈംസ് ഡി എക്സ്. നമുക്ക് ഇൻറ്റിഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് കിട്ടും. ഇതിന് ഇൻറ്റിഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് x² / 2 -2 ടൈംസ് 2 ടൈംസ് സ്ക്വയർ ഇൻറ്റഗ്രൽ ഓഫ് x² വിച്ച് ഈസ് 2 / 3 x⁻³ പ്ലസ് എക്സ് ആൻഡ് ഇവാലുവേറ്റ് ഫ്രം 4 to 1. 4 to 1 വെച്ചാൽ ഫസ്റ്റ് നമുക്ക് 4 ചെയ്യാം. സോ എനിക്ക് 4² / 2 -2 ടൈംസ് 2 എന്ന് പറഞ്ഞാൽ 4/3 ടൈംസ് 8 ആണ്. 8 x⁻³ 4⁻³ എന്ന് പറയുന്നത് 8 ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. +4. ഓക്കെ, +4 മൈനസ് 1ൻ്റെത് 1 / 2 ആവും. ഓക്കെ, 1 / 2 -4 / 3 +1. ഈ 8 എങ്ങനെ കിട്ടിയത് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഇത് x⁻³ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ദ സ്ക്വയർ റൂട്ട് ഓഫ് x³. ഇപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 4³ എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 64 ആണ്. ഓക്കെ, സ്ക്വയർ റൂട്ട് ഓഫ് 64 എന്ന് പറയുന്നത് 8 ആണ്. നമ്മളിതാ ഇവിടെ ഇട്ടു, ഇവിടെ 8 ഇട്ടു, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. 4² എന്ന് പറഞ്ഞാൽ 16 / 2 -8 4 times 8 which is 32 / 3 plus 4 minus 1 / 2 plus 4 / 3 -1. കാരണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നെഗറ്റീവ് ടൈംസ് നെഗറ്റീവ് എന്ന് പോസിറ്റീവാണ്, അതായത് പ്ലസ് വിട്ടത്. നെഗറ്റീവ് ടൈംസ് പോസിറ്റീവ് എന്ന് പറയുന്നത് നെഗറ്റീവാണ്. സോ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. എല്ലാതും 6 വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 6 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ആൻസർ ഞാൻ കാൽക്കുലേറ്ററിൽ പോയി നോക്കാം. സോ എന്നിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, കാൽക്കുലേറ്റർ ഇപ്പോൾ അടിച്ച് നോക്കിയപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി ടൈംസ് പൈ, ഇതെല്ലാം കൂടെ സമ്മാക്കുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കിട്ടും 6 / ഏതോ ഒരു നമ്പർ പൈ. ആ നമ്പറാണ് ഇതിൻ്റെ സമ്മ്. അത് നമുക്ക് നോക്കുകയാണെങ്കിൽ കാൽക്കുലേറ്ററിൽ അടിച്ച് നോക്കാം. സോ കാൽക്കുലേറ്ററിൽ അടിച്ച് നോക്കിയപ്പോൾ നമുക്ക് കിട്ടി 7 പൈ / 6. സോ ഇതാണ് ഈ ഒരു ഇതിൻ്റെ ഈ ഹൊറിസോണ്ടൽ ലൈനിൽ കൂടെ കറങ്ങുന്നതിൻ്റെ വോളിയം. സോ ഈ ഡിസ്കിൻ്റെ വോളിയം എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ ടൈംസ് ഹൈറ്റ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് നമുക്കൊരു ഫോർമുല ഡിറൈവ് ചെയ്ത് കിട്ടിയത്. സോ ഇത് ഞാൻ ലെങ്തി ആക്കേണ്ട വേണ്ടിയിട്ടാണ് ഇത്രയും മെല്ലാക്കുന്നത്. സോ ദാറ്റ്സ് ഇറ്റ് ബൈ ഗൈസ്. സോ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാം. സോ അടുത്ത വീഡിയോ നമ്മളൊരു എന്താ പറയുക, നമ്മളൊരു ഇതായിട്ട് തുടങ്ങും, ഒരു സെഷനായിട്ട് തുടങ്ങും. അതായത്
നമ്മളെന്ത് തുടങ്ങാം, ന്യൂമെറിക്കൽ ഇൻറ്റിഗ്രേഷൻ, അതായത് റീമൻ സംസ്, പിന്നെ അപ്രോക്സിമേറ്റിംഗ് ഏരിയാസ് ലൈക്ക് സിംസൺസ് റൂൾ, ട്രാപ്പസോയിഡൽ റൂൾ, അതൊക്കെ. സോ ബൈ ബൈ ഗൈസ്. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. സോ ബൈ ബൈ.